ഞാൻ ഹോസ്റ്റലിലോട്ട് തിരിച്ചു പോകാനായില്ലേ, അപ്പോൾ അമ്മ ബിരിയാണി എല്ലാ പ്രാവശ്യം ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ബിരിയാണിക്ക് പകരം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഒട്ടും വേവിച്ചില്ല, നേരെ ചിക്കൻ നിന്ന് കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള പീസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നേരെ വേവിച്ചെടുക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി റൈസ് ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ജീരകശാല അരിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും നമ്മൾക്ക് ഇനി ബാക്കിയുള്ള സാധനങ്ങളൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചൊരു ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു 7-8 മുട്ട പൊട്ടിച്ചെടുക്കണം കേട്ടോ. ഈ മുട്ട പൊട്ടിച്ചെടുക്കാൻ നല്ല രസമാണല്ലോ. പിന്നെ അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ആക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ചെറുതാക്കി എടുക്കരുത് കേട്ടോ. അത്യാവശ്യം വലുപ്പത്തിൽ എടുത്താലാണ് അതിന് കാണാനും തിന്നാനും ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഞങ്ങളിത് റെഡിയാക്കിയപ്പോഴേക്കും തൊട്ടപ്പുറത്ത് അമ്മയുടെ ചിക്കൻ കറി റെഡി ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചേ. അങ്ങനെ മുട്ട വറുത്തത് ഒരു കോരി എടുത്തൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളോട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ റൈസിലോട്ട് വേണ്ട സാധനങ്ങളാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ചട്ടിയിൽ എണ്ണ ചൂടായിട്ട് വന്നപ്പോൾ നമ്മൾ സലറയാണ് ഇട്ട് കൊടുത്തത്. അത് നന്നായിട്ട് ഇളക്കിയിട്ട് വഴറ്റി വരുമ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് പീസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലോട്ട് സവോള, ബീൻസ്, ക്യാരറ്റ്, പിന്നെ അതുപോലെ തന്നെ ക്യാപ്സിക്കം ഇതെല്ലാം കൂടെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു 2 പിടി കാബേജും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല കളർഫുള്ളായിട്ട് കാണാനേ. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കണ്ടേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനൊന്ന് വഴറ്റി റെഡി ആയിട്ട് വരുമ്പോഴേക്കും നമ്മൾ അതിലോട്ട് കുരുമുളക് പൊടി ഇടണേ. കുരുമുളക് പൊടി ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. ഇതില്ലാത്ത പരിപാടിയില്ല ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ തന്നെ. അതിട്ടപ്പോൾ തന്നെ അത്യാവശ്യം നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ പിച്ചി എടുത്ത് അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാതെ കൂടെ നല്ല മുട്ടയും പൊരിച്ച് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ അതും കൂടെ ഇട്ടെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ അത്യാവശ്യം പരിപാടികളെല്ലാം കഴിഞ്ഞ് റൈസ് ഇട്ട് എടുക്കുക എന്ന് മാത്രമാണ് കേട്ടോ നമ്മുടെ പരിപാടി. അപ്പോൾ ഇനി ഇത് നമ്മൾ ഇതിലോട്ട് തന്നെ കുറച്ച് റൈസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഇളക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇളക്കി വരാൻ നല്ല പണിയായിരിക്കും. പക്ഷേ ഞങ്ങളുടെ മണ്ടത്തരത്തിന് ഇതിലെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഇതിലോട്ട് സോയാ സോസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം. പക്ഷേ ഞങ്ങൾക്ക് മിക്സ് ആക്കാൻ പറ്റാഞ്ഞിട്ട് അവസാനം അമ്മേനെ വിളിക്കേണ്ടി വന്നു കേട്ടോ. അമ്മ വന്നിട്ട് 2 പാത്രത്തിലോട്ടൊക്കെ ആക്കിയിട്ടോ ഇത് മിക്സ് ചെയ്തതാണ്. പക്ഷേ ഇതിൻ്റെ മണത്തിന് എൻ്റെ പൊന്നും ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. കറക്റ്റ് റെസ്റ്റോറൻറ്റിലെ ഫ്രൈഡ് റൈസിൽ അതേ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത്. അപ്പോൾ ഉച്ചയ്ക്കല്ല രാത്രിക്കും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ആയത്. അതിനിടയ്ക്ക് ഉറങ്ങി കിടക്കുന്ന അച്ഛൻ വന്നിട്ട് കൈയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ മണം അടിച്ച് വന്നാന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾക്കൊന്ന് ഡെക്കറേഷൻ വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഒരു നല്ല ടിഫിൻ ബോക്സ് എടുത്തിട്ട് അതിലോട്ട് നല്ലതായിട്ട് കുത്തി നിറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നേരെ പ്ലേറ്റിലോട്ട് കൊട്ടു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ മണം അടിച്ചിട്ടാണെങ്കിൽ എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. നല്ല അടിപൊളി മണമായിരുന്നു കേട്ടോ. പിന്നെ അതിന് സൈഡ് ഡിഷായിട്ട് നമ്മൾ ചിക്കൻ കറി അമ്മ ഉണ്ടാക്കി വെച്ചിരുന്നു. പിന്നെ ഒരു സാലഡ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പിന്നെ ഒട്ടും വൈകിച്ചില്ല, നേരെ കഴിച്ച് നോക്കി. എന്താ പറയുക, അടിപൊളി. അപ്പോൾ ബാക്കി നാളെ.